എല്ലാവർക്കും നമസ്കാരം. ബിയോണ്ട് ദ സൈറ്റിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് ഞാൻ ഏവരെയും ഒരിക്കൽ കൂടി ഹാർദമായി സ്വാഗതം ചെയ്യുകയാണ്. ഞാൻ ഷംനാദ് അബ്ദുൾ റഹീം. നമ്മളിപ്പോൾ നിൽക്കുന്നത് ആലപ്പുഴ ബീച്ചിലാണ്. പ്രിയമുള്ളവരെ, നിങ്ങൾക്ക് സ്നേഹസ്വാഗതം. ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് ഒരു സിനിമാ സെറ്റ് പുനരാവിഷ്കരിക്കുന്നത്. ഈ ഒരു പവലിയന്റെ മുന്നിലായി ഒരു വാട്ടർ ഫൗണ്ടനും ഒരു ഡ്രാഗണും ഈഫൽ ഗോപുരവും കിങ്ങോങ്ങിന്റെയും ഒക്കെ മാതൃകകൾ പ്രദർശിപ്പിച്ചിരിക്കുന്നു. ഇന്ത്യയിലെ ആദ്യത്തെ അവതാർ വണ്ടർ വേൾഡ് ഫാന്റസി ഇലൂഷനാണ് ഇവിടെ നടക്കുന്നത്. അപ്പോൾ നമുക്ക് അതിന്റെ കൂടുതൽ കാഴ്ചകളിലേക്ക് പോകാം. ഈ ഒരു മേള ആരംഭിച്ചിട്ടുള്ളത് ഡിസംബർ 21-നായിരുന്നു. 2024 ജനുവരി 21 വരെ ഇത് തുടരുന്നതാണ്. ഇവിടുത്തെ പ്രവർത്തന സമയം എന്നത് വർക്കിംഗ് ഡേയ്സിൽ ഉച്ചയ്ക്ക് 2 മണി മുതൽ രാത്രി 9 മണി വരെയും അവധി ദിവസങ്ങളിൽ രാവിലെ 10 മണി മുതൽ രാത്രി 9 മണി വരെയുമാണ്. ടിക്കറ്റ് നിരക്ക് മുതിർന്നവർക്ക് 100 രൂപയും കുട്ടികൾക്ക് 80 രൂപയുമാണ് ഈടാക്കുന്നത്. അങ്ങനെ നമ്മൾ ഈ ഒരു പവലിയനിലേക്ക് പ്രവേശിക്കുകയാണ്. പകൽ പ്രൊഡക്ഷൻസ് ആൻഡ് എന്റർടൈൻമെന്റ് ആണ് ഈ ഒരു മേള സംഘടിപ്പിച്ചിട്ടുള്ളത്. ഇന്റർനാഷണൽ ഇമ്പോർട്ടഡ് ആയിട്ടുള്ള പൂക്കളുടെ ഒരു നീണ്ട നിര തന്നെയാണ് ആദ്യം നമ്മളുടെ ശ്രദ്ധയിലേക്ക് വരുന്നത്. പല നിറത്തിൽ, പല വലിപ്പത്തിൽ, പല അടുക്കുകളിലായി പൂക്കളെ അറേഞ്ച് ചെയ്തിരിക്കുന്നത് കണ്ണിന് കുളിർമയേകുന്ന ഒരു കാഴ്ച തന്നെയാണ്. സ്വിറ്റ്സർലാൻഡിലെ പൂന്തോട്ടങ്ങളെ അനുസ്മരിപ്പിക്കുന്ന രീതിയിലാണ് ഇവയെ ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. ഇതിന്റെ മുകൾ ഭാഗം വർണ്ണ വൈവിധ്യങ്ങളാൽ ചെറിയ കുടകൾ കൊണ്ട് അലങ്കരിച്ചിരിക്കുന്നു. അടുത്തതായി നമ്മൾ ഒരു ടണലിലേക്കാണ് പ്രവേശിക്കുന്നത്. ഒരു പ്രത്യേക ആംബിയൻസ് തന്നെയാണ് ഈ ഒരു ടണലിനകം എന്നത്. ഇതിന്റെ ഇരു സൈഡിലും അക്വേറിയം സെറ്റ് ചെയ്തിട്ടുള്ളതായിട്ട് കാണാം. അണ്ടർ ടണൽ വാട്ടർ അക്വേറിയവുമായി കമ്പയർ ചെയ്യുമ്പോൾ അത്രയും പോരാ എന്നുള്ളതിനാൽ കൂടുതൽ അതിലേക്ക് കടക്കുന്നില്ല. ഈ ഒരു ടണലിന്റെ എൻഡിലായി ബാലരമയിലെ മായാവി കാർട്ടൂൺ കഥയിലെ കഥാപാത്രങ്ങളായ ലുട്ടാപ്പിയെയും കുട്ടൂസനെയും ഡാഗിനെയും നമുക്ക് കാണാവുന്നതാണ്. മായാവിയുടെ കയ്യിൽ നിന്നും സ്ഥിരം തേപ്പ് കിട്ടി തേഞ്ഞു തീരാറായ 3 കഥാപാത്രങ്ങൾ. പിന്നീട് നമ്മൾ കാണുന്നത് സിലിണ്ടറിക്കൽ ഗ്ലാസ് ടാങ്കുകളിൽ നിറച്ചിരിക്കുന്ന വർണ്ണ മത്സ്യങ്ങളെയാണ്. ഓരോ നിറത്തിലുള്ള ചെറു മത്സ്യങ്ങളെ തരംതിരിച്ച് ഇട്ടിരിക്കുന്നതായി കാണാം. അശോകസ്തംഭത്തിന്റെ മാതൃകയും ലിബർട്ടി സ്റ്റാച്യുവിന്റെ മാതൃകയും ശ്രദ്ധേയമാണ്. ഏദൻ തോട്ടത്തിന്റെ മാതൃകയും നമുക്കിവിടെ കാണാവുന്നതാണ്. അതിൽ ആദമിന്റെയും ഹൗവയുടെയും രൂപങ്ങളും ഉണ്ട്. പിന്നീട് നമ്മൾ എത്തുന്നത് ദീപാലങ്കാരങ്ങൾ കൊണ്ട് ശ്രദ്ധേയമായിട്ടുള്ള
ട്രീയും സ്റ്റാറുകളും ഒക്കെയുള്ള ഒരു ഭാഗത്തേക്കാണ്. വളരെ മനോഹരമായിട്ടുള്ള ഒരു കാഴ്ച തന്നെയാണ്, പറയാതെ വയ്യ. പകൽ പ്രൊഡക്ഷൻസ് ആൻഡ് എന്റർടൈൻമെന്റ് തന്നെയാണ് ഈ ഒരു ആർട്ടിന് പിന്നിൽ. പിന്നീട് നമ്മൾ എത്തിച്ചേരുന്നത് സ്പേസിനെ അനുസ്മരിപ്പിക്കും വിധം തയ്യാറാക്കിയിട്ടുള്ള ഒരു ഏരിയയിലാണ്. അടുത്തതായി അന്യഗ്രഹ ജീവികളുടെ ലോകവും. അതോടൊപ്പം അവർ ഉപയോഗിക്കുന്നു എന്ന് പറയുന്ന പേടകത്തിന്റെ മാതൃകയും ഇവിടെ പ്രദർശിപ്പിച്ചിരിക്കുന്നു. ലൈറ്റുകളാൽ അലങ്കരിക്കപ്പെട്ടിട്ടുള്ള ഈ ഒരു ഇടുങ്ങിയ വഴിയുടെ അങ്ങേയറ്റമാണ് നമ്മൾ കാണാൻ വേണ്ടി കാത്തിരുന്ന ആ ഒരു ലോകം എന്നത്. ബ്രഹ്മാണ്ഡ ഹോളിവുഡ് സിനിമയായ അവതാറിന്റെ റീക്രിയേഷനാണ് നമ്മളിപ്പോൾ ഈ കാണുന്നത്. പൂർണ്ണമായും ഹാൻഡ്മെയ്ഡായി നിർമ്മിച്ച ഒരു മായാലോകം ആണ് ഇത്. കാണേണ്ട ഒരു കാഴ്ച തന്നെയാണ്. ശരിക്കും ഒരു സിനിമയിലേക്ക് നമ്മൾ ഇറങ്ങിച്ചെല്ലുന്ന ഒരു പ്രതീതിയാണ് ഈ ഒരു ലോകത്തിലെ ഓരോ കാഴ്ചയും എന്നത്. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ആസ്വദിക്കാവുന്ന വിധത്തിലാണ് ഇതിൻ്റെ ക്രമപ്പെടുത്തൽ. തീർച്ചയായും കണ്ടിരിക്കേണ്ടത് തന്നെയാണ്. നമ്മൾ ചെലവിടുന്ന ടിക്കറ്റിന്റെ തുക ശരിക്കും മുതലാവുന്ന ഒരു കാഴ്ചയാണ് ഈ ഒരു വിഭാഗത്തിൽ ഒരുക്കിയിരിക്കുന്നത്. ശരിക്കും ഇതൊരു മായാലോകം തന്നെയാണ്.
ഇന്ത്യയിൽ തന്നെ ഇത് ആദ്യം എന്ന് പറയാം ഒരു സിനിമാ സെറ്റ് പുനരാവിഷ്കരിക്കുന്നത്. അപ്പോൾ നമ്മളുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഒപ്പം ബെൽ ഐക്കൺ കൂടി എനേബിൾ ചെയ്യുക. വീണ്ടും ഒരു വീഡിയോയുമായി എത്തുന്നത് വരെ ഷംനാദ് അബ്ദുൾ റഹീം സൈനിങ് ഓഫ്.